ഡോക്ടറെ എനിക്കൊരു വേദനയുണ്ട്. അതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വരിക. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം, "ഡോക്ടറെ എന്തുകൊണ്ടാണ് എനിക്ക് വേദനയുള്ളത്? എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ പെയിനിന്റെ മെയിൻ കോസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെക്കൻഡ് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം, ഇത് നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം? അതായത് സർജറി മാത്രമാണോ ഓപ്ഷൻ? സർജറി അല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? സർജറി ചെയ്താൽ തന്നെ ഇതിന് സക്സസ് റേറ്റ് എന്താണ്? ഇത് നിങ്ങൾ അറിയണം. മൂന്നാമത്തേതായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയണം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? അത് എങ്ങനെയാണ് നിങ്ങളിൽ വർക്ക് ചെയ്യാൻ പോണത്? ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ വരുന്ന പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷെ വേദന ഒന്നും കുറവില്ല. അപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ചോദിക്കും എന്ത് ട്രീറ്റ്മെന്റാണ് നിങ്ങൾ എടുത്തത്? അപ്പോൾ പറയുന്നത് എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തു അല്ലെങ്കിൽ നീഡിൽ വെച്ച് മുട്ടിന് താഴെ ഏതോ ഒരു സർജറി ചെയ്തു. ആ ഒരു രീതിയിലല്ല. എന്തിനാണ് ആ ഇഞ്ചക്ഷൻ എടുത്തത്? എന്താണ് ഇഞ്ചക്ഷൻ എടുത്തത്? അത് ഇഞ്ചക്ഷന്റെ പർപ്പസ് എന്താണ്? അഥവാ സർജറി എന്താണ് ചെയ്തത്? അതിന്റെ പർപ്പസ് എന്താണ്? ഇതെല്ലാം അറിയാന്നുള്ളത് എല്ലാ പേഷ്യന്റിനും റൈറ്റ് ആണ്. നിങ്ങളുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ റൈറ്റ് ആണ്. അത് അറിയാതെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത് നടക്കുന്നത് ശരിയായ ഒരു രീതിയല്ല.